കാണല്ല ഖാന. ചപ്പാത്തി തിന്നാൻ അയാളെ വിളിച്ചത്. ആണാ? എന്റെ അമ്മ വിശന്നിട്ട് നിൽക്കാൻ പറ്റണില്ല. വേണ്ട, ഇനി അങ്ങോട്ട് ചെല്ലണ്ട. വേണ്ടാന്ന് പറഞ്ഞിട്ട് തിന്നാൻ ചെന്നിരുന്നാലേ അങ്ങേര് നിന്നെ ചപ്പാത്തി ആക്കി ചുടും. എന്റെ ദൈവമേ, എന്തൊരു ചിറ്റണത്! പണിയൊക്കെ എനിക്ക് തീറ്റ അവനും. പിന്നെ എന്തെങ്കിലും എല്ലാരും തിന്നു കഴിയട്ടെ, നിന്ന് അലക്ക്. എന്തുവാ ഇത്? ഇതെന്നെ മുതലാളിയാണെന്ന് ഒരു സെക്കൻഡ് ഞാൻ ചിന്തിച്ചു പോയി. അയ്യോ, ഇത് നിന്റെ മുതലാളിയല്ല, ബഡാ സാബിന്റെ ഒരേ ഒരു പെങ്ങള് മേം സാബിന്റെ ചുരിദാറാ. ഈ ചുരിദാറിനൊന്ന് വേദനിച്ചാ മതി, ബഡാ സാബ് നിന്നെ ഈഞ്ച പരിവാക്കും. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്. അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. അതാണ് കാണാന്ന് പറഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. ബസ് എന്നിട്ട് അലക്കാൻ പറ്റണല്ലോ, ഇത്തിരി ചോറ് തരും. ഓ, ഇതും ഹിന്ദിയാണ്. എനിക്ക് ചപ്പാത്തി നഹി നഹി, എനിക്ക് ചോർ ചോർ ചോർ. ആ ചോർ. तू चोर है? Yes, I am चोर. No കഞ്ഞി. अच्छा. അച്ചാറെങ്കിൽ അച്ചാറ്. കോഴി മാങ്ങേ. ചോറ് ഇത്ര ദൂരെ കൊണ്ട് വെച്ചേക്കണം. ഒരാൾക്കുള്ള ചോരേ ചോര ചോരേ. ഇതെന്തൊരു നാടാ! കാണാന്ന് പറഞ്ഞാ ചപ്പാത്തി, ചോറെന്ന് പറഞ്ഞ ഇടി. ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ? വിവരദോഷികള്. ഇതിവിടെ ഇരിപ്പണ്ട. എടാ, നീ അറിഞ്ഞാ എന്നാ അടുക്കളയിലിട്ട് ഇടിച്ചടാ? അവിടെയൊക്കെ ഇടിച്ച്. ഇനി അടുക്കളയിലൊന്നും പോണ്ട, ഇവിടെ ഇരുന്നാ മതി. ഇവിടെ കിട്ടും ഇടിയാ, അല്ല ഭക്ഷണം. തിന്നെ. ഇതെന്ത് പണ്ടാരോട് ഭക്ഷണം? ഇതെങ്ങനെ തിന്നാനാ? ബായി കുറച്ച് ചാറ് തരോ? चार? ചാർ ചാർ. ദേ പിന്നെ ഇതാണ്. ഇതെന്താണോ? 1 2 3 4 6 5 6 പേറ്റയ്ക്ക് കോട്ട്. ഒന്ന് പോടാ അവിടെ നിന്ന്. നീ കയ്യഴുണില്ലേ? പിന്നെ 24 മണിക്കൂർ അലക്കിക്കൊണ്ടിരിക്കണം ഞാൻ കൈകഴുകു. അത് ഇത് തിന്നാനായിട്ട്. ഇവിടെ അറക്കമില്ല വല്ലോണ്ട് ഒന്ന് അറപ്പിക്കാൻ. ഇന്നത്തെ ഭക്ഷണം കൊള്ളാം, നല്ല മയമുണ്ട്. തിന്ന് തിന്ന്. അപ്പൊ ഇതാണല്ലേ പുതിയ 2 പണയൊരുപ്പടികൾ. പക്ഷെ യുവന്മാര് കുഴപ്പമൊന്നുമില്ല മാം സാബ്, നല്ല പിള്ളേരാ. ചപ്പാത്തി കച്ചാരാ, ഇതൊന്നും നടക്കൂല. വേറെ കറിയൊന്നുമില്ലേ? ഓഹോ, 5 സ്റ്റാർ ഭക്ഷണം കഴിച്ച് സുഖിക്കാൻ വന്നാണല്ലേ? വേഗം ഇതും കഴിച്ച് ജോലി നോക്ക്. ഞങ്ങൾ മലയാളികൾക്ക് ഈ ഗോതമ്പ് ഷീറ്റ് കഴിച്ചൊന്നും ശീലില്ല. എന്നിട്ട് ഇത് ഇയാളെ കണ്ടോ ഒരു അക്ഷരം മിണ്ടാതിരുന്ന് കഴിക്കുന്നത്? അവൻ എന്തു കൊടുത്താലും ഒന്നും മിണ്ടില്ല, എന്തു പറഞ്ഞാലും കേൾക്കുകയില്ല. എന്താ പൊട്ടനാ? അതെ, പൊട്ടനാ. എന്ന് വെച്ച് അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. തിന്നെടുത്തോടാ. കൊടുത്തോ, മിണങ്ങിക്കോ. അതുപോലെ ഉണ്ട്, ഇവിടെ ഉണ്ട്. മൂണങ്ങ്. ഹോർലിക്സിൽ ബോൺവിറ്റ അലക്കി കൊടുക്കാൻ. എല്ലാം 2 പ്ലേറ്റ് എടുത്തോട്ടാ. എന്റേടാ അത്? തിന്നോ. ഇതാണോ താൻ പറഞ്ഞ മാം സാബ്? ഇതും ഒരു മാം സാബ് തന്നെ. ഞാൻ പറഞ്ഞത് ഇതല്ല, ഇതിനേക്കാൾ വലിയൊരു മാം സാബ് ഉണ്ട്. തന്റെ കൂട്ടുകാരനെ പോലെ തന്നെയാ. നല്ല തീറ്റയാ. അതല്ല, സംസാരിക്കാൻ കഴിയില്ല, പിന്നെ കാത് കേൾക്കാം. ദൈവത്തിന്റെ ഓരോ വികൃതികളെ. പൂജ, ഇങ്ങ് വന്നേ, ഒരു സംഗതി കാണിച്ചു തരാം. വാ, ഒരാളെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ കാണേണ്ട ആളാ. ദേ ഇയാളാ. ചെവിയും കേൾക്കില്ല, സംസാരിക്കാനും കഴിയില്ല. പക്ഷെ കേൾക്കാനും സംസാരിക്കാനും കഴിയുന്ന ആളെപ്പോലെ തന്നെയാ പെരുമാറ്റം. തലയോടി വെള്ളം വെച്ച് പിന്നെ ഞാൻ കൊല്ലില്ല. കണ്ടെന്ന് തുടങ്ങിയ കഷ്ടകാലം.
തേരാവാദ. അയ്യോ, ഞാൻ സാബിനെ കണ്ടില്ലായിരുന്നു. ഓഹോ, ഓ, കാണാതെ ഇത്ര കൃത്യമായിട്ട് ഇവിടെ തന്നെ നീ എങ്ങനെ എറിഞ്ഞു കൊള്ളുത്തറ? ഞാൻ ദൈവനെ എറിഞ്ഞത്. ഈ മിണ്ടാപ്പുറാണിയാണോ നീ എറിഞ്ഞത്? എടാ എറിയടാ, അവന്റെ മോന്തയ്ക്ക് തന്നെ കൊള്ളണം. ദേ ദേ ഈ ഭാഗത്ത് എറി. മൊത്ത. ദേ, ദേ, ആ. അയ്യോ, മാറാ, പുച്ചേ, മാറാ. സെക്രട്ടറി, ആവോ, ആവോ. ഓ, तेरे वर्गा बेवकूफ इस जगह मिस मिलना मुश्किल है. ദേ, നീ എന്ത് വേണേലും പറഞ്ഞു, പക്ഷെ പഞ്ചാബി മാത്രം പറയരുത്. കയ്യിലെ പണം കൊടുത്ത് മൊന്തോണ്ട് ഏറ് വാങ്ങുന്നയാള് ഈ ലോകത്ത് എന്റെ ഭർത്താവ് മാത്രമേ കാണൂന്നാ പറഞ്ഞത്. പഞ്ചാബി പറയാൻ പാടില്ലെന്ന്. എന്താ പറഞ്ഞാല്? ഈ നാട്ടിൽ താമസിക്കുമ്പോ വീട്ടിൽ പോലും നമ്മൾ ഇവിടുത്തെ ഭാഷയെ പറയാവൂ. അല്ലെങ്കിൽ മുഴുമലയാളമായിട്ട് ചെല്ലുന്ന നമ്മളെ എല്ലാവരും കളിയാക്കും, ഒറ്റപ്പെടുത്തും എന്നല്ലേ സിക്കന്ദർ പറഞ്ഞിട്ടുള്ളത്? ഓ, എന്തു പറഞ്ഞാലും സിക്കന്ദർ സിക്കന്ദർ. ഇത്രയ്ക്ക് പേടിക്കാൻ നിങ്ങളുടെ ജ്യേഷ്ഠനൊന്നും അല്ലല്ലോ. ജ്യേഷ്ഠന്റെ പുത്രനല്ലേ? ആ, ജ്യേഷ്ഠപുത്രൻ തന്നെ. പക്ഷെ ഞാൻ അവനെ എന്റെ ജ്യേഷ്ഠന്റെ സ്ഥാനത്താ കാണുന്നത്. അവൻ പറയുന്നതാണ് ഈ വീട്ടിലെ നിയമം. നീയും അതനുസരിച്ചാ മതി. ഈ കളി ഇതിനകത്ത് നടക്കൂല. അതിന് ഇതിനകത്ത് കളിച്ചില്ലല്ലോ. ഈ പണ്ടാരം പിടിച്ച കളി ഇവിടെ നടക്കൂലെന്ന്. കാലൊടിഞ്ഞ എന്ത് ചെയ്യും? കാലൊടിഞ്ഞ പ്ലാസ്റ്റർ ഇടും. നിന്റെയൊക്കെ കാലൊടിഞ്ഞ പ്ലാസ്റ്ററാ. ഈ തൂണിന്റെ ഒക്കെ കാലൊടിഞ്ഞാൽ പ്ലാസ്റ്റർ ഇടാൻ പറ്റൂല. പ്ലാസ്റ്റിക്കാണ്. ഞാൻ പോണോന്നാ? നീ പോണോ? ഈ കാണുന്നതെല്ലാം എന്റെ. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാനിവിടെ വരും. അയ്യോ അയ്യോ അയ്യോ, പുല്ല് വെട്ടാൻ പറഞ്ഞു. ഇവിടെയാണ് കേട്ടോ പുല്ല്. പുല്ല് മാറി നിൽക്കണല്ലേ, കട്ട് ചെയ്ത് പോകും. അങ്ങോട്ട് മാറ്റി വെട്ടടാ. എന്താണ് നിന്റെ ഒടുക്കത്തെ മോള്? എന്താടോ എന്താടോ എന്നോ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു. എന്താണോ തനിക്കിപ്പോ എന്താ വേണ്ടേ? കെട്ടിയവൻ ഞാനാണെങ്കിലേ കെട്ടിയത് മൂന്നാം പക്കം കൊണ്ടുപോയിട്ടുണ്ട്. ഇത് കെട്ടിയത് ഞാനാ. ഇതല്ലട ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കെട്ടിയത് എന്താണെന്ന് നിനക്കറിയാം. നിനക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. എന്താടാ ലോറൻസേ? ആഹാ, എന്താടാ എന്നാ ലോറൻസ് എന്നാ? ഞാൻ കെട്ടിയവനാണെങ്കിലേ മൂന്നാം കെട്ടിയോനാ? അതെ. അപ്പൊ കെട്ടിയോളാരാ? ഇയാള് എന്നെ കെട്ടിയ ആള്. കെട്ടിയോനും കെട്ടിയോളും ഒരാളാ? ആ കെട്ടിയോളല്ല, ഈ പന്തല് കെട്ടിയ ആള്. പന്തലാ? എന്റെ അമ്മ, ഇത് പന്തലാ? അതെ, പൂജാബേട്ടിയുടെ കല്യാണത്തിനിട്ട പന്തല. എന്നിട്ടെന്താ ഇത് വീട് പോലെ ഇരിക്കണത്? വീടല്ല, കൊട്ടാരം പോലെ ഇരിക്കണമെന്നാ ബഡാസാവ് പറഞ്ഞത്. എന്നാ കല്യാണം? സമയമൊക്കെ കഴിഞ്ഞു, അത് നടന്നില്ല. കല്യാണം നടക്കേണ്ട ദിവസം തന്നെ അത് മുടങ്ങി. കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞ കഷ്ടം തന്നെ. അന്നുണ്ടാക്കിയ ബിരിയാണിയൊക്കെ എന്ത് ചെയ്തു ആവോ? ഈ പന്തൽ വെച്ച് അവളുടെ കല്യാണം മുടങ്ങിയെങ്കിൽ ഇതേ പന്തൽ വെച്ച് തന്നെ അവളുടെ കല്യാണം നടത്തുമെന്ന് സിക്കന്ദർ ഈ പന്തൽ വെച്ച് ശപഥം ചെയ്തതാ. എന്നോട് ചോദിക്കാതെ എന്റെ പന്തലിന്റെ തലയത്തോട്ട് സത്യം ചെയ്യാൻ ആര് പറഞ്ഞു? നിന്നോട് ചോദിച്ചിട്ടാണോ ഞങ്ങൾ ശപഥം ചെയ്തത്? നീ ഭാരിച്ച കാര്യമൊന്നും അന്വേഷിക്കണ്ട. വാടക കൃത്യമായിട്ട് തരുന്നല്ലേ. എന്റെ പൊന്നു വായി, എന്നെ കുഴപ്പിക്കരുത്. 2-3 കല്യാണം, പള്ളിപ്പെരുന്നാൾ, ധ്യാനം ഒക്കെ ഏറ്റതാണ്. ഇത് അഴിച്ചിട്ട് വേണം എനിക്ക് അവിടെ കൊണ്ടുപോയി പന്തല് കെട്ടാൻ. ഇത് അഴിക്കാൻ വന്നാൽ നിന്റെ കൈ ഞാൻ വെട്ടും. പോടാ. പോടാന്നാ? അതെ, പോടാന്ന്. ഇല്ലേ നിന്നെ തല്ലിയിറക്കും. കാര്യമായിട്ടാണോ പറഞ്ഞത്, തമാശക്കാണോ? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. ആ, എന്നാ കൊള്ളാം. ഒരുമാതിരി തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. പിന്നെ ആ പെൺകൊച്ചിന്റെ കല്യാണം ഒരിക്കലും നടന്നില്ലെങ്കിൽ ഈ പന്തല് കല്യാണത്തിന് സ്മാരകമാണെന്ന് മാത്രം പറഞ്ഞേക്കരുത്. ആ പന്തലിൽ വെച്ച് തന്നെ പൂജാബേട്ടിയുടെ കല്യാണം നടത്തും എന്ന് സിക്കന്ദർ സാബ് ശപഥം ചെയ്തതോടെ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ മറ്റൊരു ശപഥം കൂടെ ചെയ്തു. ഇനി പൂജാബേട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടേ ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും കല്യാണം കഴിക്കൂന്ന്. അത് നന്നായി. പെട്ടെന്നൊരു കല്യാണം വന്നാ തുണി അലക്കി 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 എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും. പക്ഷെ പെട്ടെന്നൊരു കല്യാണം നടക്കും എന്റെ. എടോ, കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണം. മിനിമം ഒരു പെണ്ണിനെയൊക്കെ താലി കെട്ടാനുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടോ? ഇല്ലെങ്കിൽ അവൾ എന്നെ പ്രേമിക്കോ? ദൈവമേ, ഈ ശരീരത്തിനോടും പ്രേമോ? അതേടാ, മേരാ പ്യാരി സോനാരെ. സോനാര് അതായത് എന്ന് പറഞ്ഞ തങ്കമേ. ഓ, അപ്പൊ തങ്കമ്മേന്നാ പെണ്ണിന്റെ പേര്? തങ്കമ്മ എന്നല്ലടാ പോത്തെ, തങ്കമേ. സോനാ
വേഗം ഒഴിക്കടാ. ഒഴിക്കല്ലേ, ധൃതി പിടിക്കല്ലേ. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. തോണ്ടി നാക്കിന്റെ മർമ്മത്ത് തേക്ക്. അയ്യ, എന്തു ചെയ്തത്? ഇത്തിരി സോഡ കൂടി. ആ ഒഴി ഒഴി ഒഴി. നിന്റെ അച്ഛന്റെ അച്ചാറ്. ആ മിലിറ്ററിയാണ്. അപ്പൊ ഇല്ലാത്ത വെടിവെച്ചൊക്കെ കേൾക്കും. എന്നാ പിന്നെ കിടന്ന് ഉറങ്ങിക്കൂടാ. എന്ത് പറ്റി രമണ? അയ്യോ പാവം. പോട്ടെ പോട്ടെ. അങ്ങനെ അവന്റെ മെയിൻ സ്വിച്ചും പോയി. എന്താ അവിടെ ബഹളം? ഒച്ച വെക്കാനാ പാട്ടി. വാ, നമുക്ക് സംസാരിക്കാം. എനിക്ക് സംസാരിക്കാൻ ഇവിടെ ആരും ഇല്ലാതായി. ആരുമില്ലടാ ഇവിടെ എനിക്ക് സംസാരിക്കാൻ. തെളിഞ്ഞില്ലേ സ്വരരാഗത്തെ നിറയ്ക്കാൻ പോരൂ. സോനാരേ സോനാരേ സ്വർണ്ണ നിലാവ് തെളിഞ്ഞില്ലേ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ പോരൂ. ഏതോ നോവിലും കാതിൽ തേൻ പകർന്നിടും നേരം കണ്ണീർ പൂവ് പോലെ നീ മാറി ചായുകില്ലേ. ഏതോ നോവിലൂറുമാകാനം കാതിൽ തേൻ പകർന്നിടും നേരം കണ്ണീർ പൂവ് പോലെ നീ മാറി ചായുകില്ലേ. സോനാരേ സോനാരേ സ്വർണ്ണ നിലാവ് തെളിഞ്ഞില്ലേ സ്വരരാഗത്തെ നിറയ്ക്കാൻ പോരൂ. സോനാരേ സോനാരേ സ്വർണ്ണ നിലാവ് തെളിഞ്ഞില്ലേ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ പോരൂ. മൗനത്തിൻ കൂട്ടിലായി മണിമാടപ്രാവ് മായല്ലേ ജീവനിൽ കതിരാടുന്നു. ആടുന്നു പാവകൾ നീളുന്നു നാളുകൾ മൂകമാ. അറിയാതെ കഥ മാറുമോ. ഇല്ലിക്കാടിനോട് നീ ചൊല്ലു ചെല്ലക്കാട്ടിനോട് നീ ചൊല്ലു വിണ്ണിന്തുമായി വന്നു രാജഹംസം. ഇല്ലിക്കാടിനോട് നീ ചൊല്ലു ചെല്ലക്കാട്ടിനോട് നീ ചൊല്ലു വിണ്ണിന്തുമായി വന്നു രാജഹംസം. സോനാരേ സോനാരേ സ്വർണ്ണ നിലാവ് തെളിഞ്ഞില്ലേ സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ പോരൂ. ദാഹത്തിൻ വേനലിൽ ഒരു കണ്ണീർ പന്ത്, കാലത്തിൻ വീതിയിൽ ഒരു മുല്ലപ്പന്ത്, സ്നേഹത്തിൻ നൊമ്പരം താങ്ങില്ലേ നെഞ്ചകം ദേവതേ. ോട് നീ ചൊല്ലു തുമ്പി പെണ്ണിനോട് നീ ചൊല്ലു നിന്നെ കാത്തിരിക്കും ഈ തോഴൻ ഏകനല്ലേ. തുമ്പപ്പൂക്കളോട് നീ ചൊല്ലു തുമ്പി പെണ്ണിനോട് നീ ചൊല്ലു നിന്നെ
നീ സംസാരിക്കില്ല, പക്ഷെ പാട്ട് പാടും അല്ലടാ? മതി, സത്യം പറ, എന്തിനാ ഈ വേഷം കെട്ടൊക്കെ? ശരി, നിന്നെ കൊണ്ടത് പറയിക്കാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. വാ പൂജ. മാം സാബ്, എവിടെ പോയി? ഞാനിവിടെ ഉണ്ട്. എനിക്ക് ഇടയ്ക്കൊക്കെ ചെവി കേൾക്കാനും വല്ലപ്പോഴും സംസാരിക്കാനും പറ്റും. ഞാനൊരു പ്രത്യേകതരം ഊമയാ. നിങ്ങൾക്കൊരു സത്യം അറിയോ? എനിക്കൊരു കിഡ്നി ഇല്ല. അതിനെന്തിനാണ് ഊമയായിട്ട് അഭിനയിക്കുന്നത്? നിനക്കെന്താ വായിലാ കിഡ്നി? അല്ല, ഭാരിച്ച പണിയെടുത്ത ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുമെന്ന് ഡോക്ടറാ പറഞ്ഞത്. ഊമയായിട്ട് അഭിനയിച്ച സെന്റിമെന്റ്സ് കിട്ടുമെന്നും ഭാരിച്ച പണിയൊന്നും എടുക്കേണ്ടി വരില്ല എന്ന് അമ്മാവനും പറഞ്ഞു. അമ്മാവൻ കാശ് വിട്ട് പറഞ്ഞവരെ ഞാനിവിടെ എങ്ങനെയും ഒന്ന് പിടിച്ചു നിന്നോട്ടെ. ഞാനൊരു പാവോ, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യുന്നില്ലല്ലോ. ഒരൊറ്റ കിഡ്നിക്കാരന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്നെ കൂടുതൽ കരയിപ്പിക്കരുത്. ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഞ്ചാബികളുടെ മൊത്തം വെള്ളം കൂടി ഞാൻ മുട്ടിക്കും. ഞാൻ ഇവിടുത്തെ കിണറ്റി ചാടിച്ചാവും. എന്താ ഈ കുട്ടി കൈകൊണ്ട് പറയണേ? ശരി, ഞങ്ങള് കാരണം നീ കിണറ്റി ചാടണ്ട. പക്ഷെ ഈ വിവരം ഇവിടെ വേറെ ആരെങ്കിലും അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിനക്ക് മറ്റേ കിഡ്നി ഉണ്ടാവില്ല. പൊയ്ക്കോ. ഞാനെന്തല്ലോ സ്വപ്നം കണ്ടടാ. നമ്മള് മൂന്നിലൂടെ വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഈ പൊട്ട സംസാരിച്ചതായിട്ട്. മിണ്ടാതിരിടാ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത്? എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ട്? സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ? കേൾക്കാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടനാ? അതായത് ഉത്തമ. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഉറച്ചു, കല്യാണം ഉറച്ചു. നമ്മുടെ പൂജാ ബേട്ടിയുടെ കല്യാണം ഉറച്ചു. വേണ്ട, വിളിച്ചു പോട്ടെ. നമുക്ക് സസ്പെൻസ് ആയിട്ട് വെക്കാം. ലഡ്ഡുവും ജിലേബിയും ഒക്കെ ആയി മധുരത്തോടെ അറിയിക്കാം. മോൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്തേ, ഒരു സന്തോഷ വാർത്ത പറയാം. ബേട്ടി, സ്ത്രീധനായിട്ട് എത്ര സ്ഥാപനങ്ങൾ അത് ചോദിച്ചതെന്ന്. അതൊന്നും എന്റെ മോൾ അറിയണ്ട. അതൊക്കെ നിന്റെ ബയ്യ വേണ്ട പോലെ നോക്കിക്കോളൂ. ഒന്ന് മോൾ ഒരു ലഡ്ഡു എടുത്തേ. എടുക്കും മോളെ. എന്താ ഇത്? പഞ്ചാബിലെ നമ്മുടെ 2 സ്ഥാപനങ്ങളും കൊച്ചിയിലെ പലതും ചോദിച്ച നിലയ്ക്ക് അവർക്ക് ആവശ്യം ഇവിടെയല്ല സ്വത്തുക്കളാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത്? അവര് ചോദിക്കുന്നത് എന്താ തെറ്റ്? അതാരായാലും ശ്രീധരൻ ചോദിക്കില്ലേ? സമ്പത്തൊക്കെ കയ്യിലായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവളൊരു ഭാരമാവും. അങ്ങനെ ആരുടെ ജീവിതത്തിലും ഭാരമാവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. എന്ന് വെച്ച് വിവാഹം വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ? സുനോ, കോയി തോ ബാത് ദേഖേ തോ സിക്കന്ദർ യെ ഷാദി കെ ലിയെ മഞ്ജൂരി ദേഗാ. അതെ, ഒന്നും കാണാൻ സിക്കന്ദർ ഇതിന് സമ്മതിക്കുവോ? നീ ഒരു കാര്യം ഓർക്കണം. നിന്റെ ബയ്യ ഒരു ദിവസം പോലും അവനു വേണ്ടി ജീവിച്ചിട്ടില്ല. ഇക്കാലം അത്രയും നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചവനാ അവൻ. ബയ്യ പറയുന്നത് മോൾ അനുസരിക്കണം. പക്ഷെ അവൾക്കത് ഇഷ്ടല്ല. അതെന്താരും മനസ്സിലാക്കാത്തത്? നിനക്കറിയാമല്ലോ, സിക്കന്ദർ എന്ന് തീരുമാനിച്ചാൽ അത് നടക്കും. എതിർക്കാതെ അനുസരിക്കുന്നതാ എല്ലാവർക്കും നല്ലത്. ഇങ്ങനെ കിടന്ന് കരയാൻ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. നിന്റെ ബയ്യോട് ഞാനെന്നല്ല ആര് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അങ്ങനെ തല്ലൊന്നും കേറില്ല. ഭ്രാന്താ. നിന്നോടുള്ള സ്നേഹം മൂത്ത് ഭ്രാന്തായി. നിന്റെ ബയ്യ അറിയാതെ ഈ കല്യാണം ഒഴിഞ്ഞു പോവാൻ ഞാനൊരു സൂത്രം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്.
കോലം? ഇവിടത്തെ ആ കിളവൻ സർദാർജി അലക്കാനിട്ട ഡ്രസ്സാ. ഞാനിപ്പോ ഇത് നൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക. അല്ല എന്താ കാണണോന്ന് പറഞ്ഞ? അയ്യേ ലവ് ലെറ്റർ ഒന്നും ഞാൻ വാങ്ങിക്കില്ല, എനിക്ക് നാണാവും. ഒറ്റ വീട്ടിൽ വെച്ചിട്ട് ഞാൻ പിടിക്കടാ. ഇതെന്താ ഇത്? മലയാളം. അക്ഷരം മലയാളോ? മേം പൂജാനോ ദോ സലാം തോ പ്യാർ പഞ്ചാബിയാ. പഞ്ചാബിലേക്ക് ഒരു സന്ദേശം. അയ്യോ, പഞ്ചാബിലേക്ക് ഇപ്പൊ ഒരു ട്രിപ്പ് പോകാനുള്ള ടൈം എനിക്കില്ല. നീ പഞ്ചാബിലേക്ക് ഒരു ട്രിപ്പൊന്നും പോകണ്ട, നിന്റെ ശബ്ദം പഞ്ചാബിലേക്ക് പോയാ മതി. ഓ, ശബ്ദമല്ലേ? ശബ്ദമല്ല, ഇത് വായിക്കേ. യെസ്, മഹീന്ദ്ര സിംഗ് സ്പീക്കിംഗ്. ഒരു മഹീന്ദ്ര സിംഗ്. ഇത് വായിക്കാൻ. मैं पूजानु दो सलाम दो प्यार करता है हम एक दूजे बगैर अभी जिंदा नहीं रह सकते जे उससे करवा लिया ने पूजा दिया व्या किसे और नल कीता था वो सड़ी बहुत ही देख लेंगे. क्या? നീ ആരാ? ഗബ്ബർ സിംഗോ? തത്തത്തക്കാന്ന് വിളിക്കാൻ. ആരാ ഈ മഹീന്ദ്ര സിംഗ്? പൂജയെ കെട്ടാൻ പോകുന്ന ആളാ. ആഹാ, ഞാൻ എന്താ അയാളോട് പറഞ്ഞത്? ഞാൻ പൂജയുടെ കാമുകനാണ്. ഓഹോ. ഞങ്ങൾ തമ്മിൽ 2 വർഷമായി സ്നേഹത്തിലാണ്. നിങ്ങളുമായിട്ടുള്ള പൂജയുടെ കല്യാണം നടത്താൻ ശ്രമിച്ചാൽ എന്റെയും പൂജയുടെ മൃതശരീരം ആ കല്യാണ പന്തൽ കാണുന്നു. അയ്യോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ കല്യാണം മുടങ്ങില്ലേ? മുടങ്ങും. നീയാ പൂജയുടെ കല്യാണം മുടക്കിയത്. ഞാനോ? നീ തന്നെ. അയ്യോ, ഇതെന്ത് മഹാപാപം. ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ. ഇനി നിനക്ക് നാവുണ്ട്, നീ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞാ പിന്നെ നിന്റെ കാര്യം പോക്ക. വലയെടുത്ത് കടലിലേക്ക് എറിയടാ. എടാ, നീട്ടി എറിയടാ. തലയിലിട്ട് ഞോണ്ടാവടി. എന്താ ഇത്? सोना रे, ये छोटा कागज है, मेरा पास कोरा कागज है. എന്താ പറ്റി? പട്ടിന്നല്ല, പറ്റി. ഈ പഞ്ചാബി പ്രേമക്കത്ത് മലയാളത്തിൽ നീ ആരെ കൊണ്ടാ എഴുതിച്ചത്? ഇനി ഇതിന്റെ അർത്ഥം കൂടെ പറഞ്ഞു താ, എന്നാലേ മറുപടി തരാൻ പറ്റൂ. അത് സാരമില്ല, അവ ഊമയാ, പൊട്ടൈ, ഒന്നും മനസ്സിലാവൂല. ഇല്ലെങ്കിൽ നോക്ക, ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മിസ് പൊട്ടൻ, നീ എന്തിനാടാ സ്വർഗത്തിലെ കട്ടറുമ്പാകാൻ ഇപ്പോഴിങ്ങോട്ട് വന്നത്? ചേട്ടേ, ഇനി കൂടുതൽ ഇവിടെ നിന്ന് കറങ്ങിയാലുണ്ടല്ലോ ഞാൻ തല പിടിച്ച് ഇതിനകത്തിട്ട് വറുക്കും, പറഞ്ഞേക്കാം. അങ്ങോട്ട് നാണമില്ലാത്ത മേ പൂജാനും തോ സലാം തോ പ്യാർ കർത്താ ഹാ. साले उल्लू के पट्टे क्या बोलता है? നീ വായിച്ചു തരാന്ന ഊമ വായിച്ചു തരാന്ന. എന്താ ചൂടാവണം? ചൂടാവാതെ പോടാ. ഞാൻ തന്നില്ല എന്റെ ജീവിതം. എന്റെ ജീവിതം വെച്ച് കളിക്കരുത്. निकल बाहर. क्या करता है? കുറച്ച് കറുത്തുപോയി, കുറച്ച് കറുത്തുപോയി. അവൻ നിന്നെ വല്ലതും ചെയ്താ? उधर से. വൃത്തികെട്ടവൻ, അതിനിടയ്ക്ക് അതും ചെയ്താ? അറിയില്ല, പഞ്ചാബിയാ. നമസ്തേ സാർ. ഗംഗാധരൻ പണയം എടുത്തോണ്ട് വന്നു. ആരാടാ നീ? ആര് പറഞ്ഞിട്ടാ നീ ചെയ്തത്? സത്യം പറഞ്ഞു, ഇല്ലേ കൊന്നുകളെ ഞാൻ. പറയൂ, പറയാൻ പറയാം. എന്താ ഇത്? വിട്, സെക്കൻഡ്. ഇവനെ ഇന്നലെ രാത്രി ഫോൺ ചെയ്തത് ഈ പട്ടി അവളെ പറ്റി അവവാദം പറഞ്ഞുണ്ടാക്കി.
ഇവനല്ല, ഇവൻ ഊമയാണ്. അതെ, നമ്മുടെ പൂജയെ പോലൊരു മിണ്ടാപ്രാണി. ആ ചീട്ടവൻ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചോണ്ട് ഓടിയതാ. രാത്രിയിൽ ആരോ ജനലിൽ കൂടെ എന്റെ നേർക്ക് എറിഞ്ഞു. ഹലോ, മറ്റാൾ എവിടെ പോയി? അതൊന്നും സാരമില്ല. എനിക്ക് ഇതുപോലത്തെ നല്ല ഇടികൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ കിട്ടാറുള്ളതാ. കുട്ടി പൊക്കോളൂ. ഇനി ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയണെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ അതിന് വേറെ തല്ലും കിട്ടും. ഇന്നത് താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല. കുട്ടി പൊക്കോളൂ, പൊക്കോളൂ, പൊക്കോളൂ. അമ്മേ, കുട്ടിയല്ല, ഞാൻ എന്റെ അമ്മയെ വിളിച്ചതാ. എന്റെ അമ്മേ. ഓ, ഇത് കൈയാണോ കാലാണോ? വെറും ഒരു ഫോൺ കോളിന്റെ പേരിൽ അവർ ഈ കല്യാണം ഒഴിഞ്ഞോ? അവരറിഞ്ഞതൊക്കെ വാസ്തവമായിരുന്നാലും സാരമില്ല. നമ്മുടെ ട്രാവൽസും മെട്രോ ഏജൻസീസും കൂടി പയ്യന്റെ പേർക്ക് എഴുതി കൊടുത്താൽ തീരുമാനിച്ച ദിവസം തന്നെ കല്യാണം നടത്താമെന്നവർ പറഞ്ഞു. എന്നിട്ട് നീ അത് സമ്മതിച്ചോ? സമ്മതിച്ചു. ചോദിക്കുന്നത് എന്തും കൊടുക്കാമെന്ന് സമ്മതിച്ചു. പക്ഷേ എന്റെ പെങ്ങളെ മാത്രം തരില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വലിച്ചെറിഞ്ഞ് കളയാൻ മാത്രം ഭാരമൊന്നുമല്ല എനിക്കിവിടെ. പണത്തെ അല്ല, നിന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാൾ വേണം. അങ്ങനെ ഒരാൾ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും ഈ പയ്യെ കൊണ്ടുവരും. അവന് ഞാൻ എന്തു വേണമെങ്കിലും കൊടുക്കും, എന്റെ ഈ ജീവൻ പോലും. എന്തിനാണ് നീ വിഷമിക്കുന്നത്? ഇത് ഇവൾക്ക് വേണ്ടി ഒരുക്കിയ പന്തലാണെങ്കിൽ നീ ശപഥം ചെയ്തതുപോലെ ഇവരുടെ കല്യാണം ഈ പന്തലിൽ വെച്ച് തന്നെ നടക്കും. നമ്മൾ നടത്തും. എന്നോട് ക്ഷമിക്കണം. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചു. ആദ്യത്തെ ഇടി കിട്ടിയപ്പോ തന്നെ ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയാവും ഞാൻ പ്രതീക്ഷിച്ചു. താൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. ഇന്ന് രാത്രി തന്നെ ഇവിടെ നിന്ന് പോണം. പോവാനോ? എങ്ങോട്ട്? എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോ. കാശ് എന്തെങ്കിലും വേണമെങ്കിൽ തരാം. എന്ത് തരും? 500 മതിയോ? 500? ജാക്കി ചണ്ടിടി പോലത്തെ 10-200 ഇടി കൊണ്ടവന് ഒരു 500 ഉലിവേ സൈക്കിൾ ഒന്നടിച്ചാൽ ഇതിലും കൂടുതൽ കിട്ടൂലോ. പിന്നെ എത്ര വേണം? ഒരു 7.5 ലക്ഷം രൂപ വേണം. വേഗം എടുത്തിട്ടോ. അയ്യോ, അത് കുറഞ്ഞു പോയല്ലോ. ആണോ? ഒരു 10 തികച്ചു തരാം. ഓക്കെ, ഞാൻ ഉറപ്പിച്ചു. ഏയ്, ഒരുപാട് വാശി കാണിക്കല്ലേ. നീ ഊമയാണെന്ന് പറഞ്ഞിട്ടാ ബയ്യൻ നിന്നെ വെറുതെ വിട്ടത്. ഇനി അങ്ങനെ അല്ലാന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ജാക്കി ചാൻഡി അല്ല മൈക്ക് ടൈസന്റെ ഇടിയാ നിനക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാ പറഞ്ഞത് വേഗം സ്ഥലം കളിയാക്കാൻ. നാളെ നേരം വെളുക്കുമ്പോ നിന്നെ ഇവിടെ കണ്ടുപോകരുത്. നീ എന്താ എന്നെ വരട്ടുക? നീ എഴുതി തന്ന കടലാസ് നിങ്ങളുടെ ബയ്യല്ലേ? ആ കാലമാടന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഇന്നലെ വന്ന എനിക്ക് പഞ്ചാബി അറിയില്ലെന്ന് അയാൾക്കറിയാം. ആ പെങ്കൊച്ചിന്റെ കല്യാണം മുടക്കാൻ അവളെന്റെ കാമുകിയൊന്നല്ലോ. എടാ, ചൂടാവാതടി. നീയാ ഇതൊക്കെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതെന്ന് തെളിയിക്കാൻ ആ കടലാസിലെ ഈ കൈയക്ഷരം ഒന്ന് ഒത്തു നോക്കിയാ മതി. പിന്നെ സമാധാനം പറയേണ്ടി വരുന്നത് നീയാ. നിന്റെ കല്യാണം നടത്താതെ അവളുടെ കല്യാണം നടത്താൻ ശ്രമിച്ചതിലുള്ള അസൂയ കൊണ്ടാ നീ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതെന്ന് ഞാൻ തെളിയിക്കും. അതോടെ പണ്ട് മുടങ്ങിയ കല്യാണം മുടക്കിയതും നീയാണെന്ന് എല്ലാവരും സംശയിക്കും. പിന്നെ നിന്റെ കാര്യം പോക്കാം. അതെ, ഇനിയൊന്നും ബയ്യ അറിയാണ്ട് നോക്കേണ്ടത് നിന്റെ കടമയാ. എങ്ങാനും ഞാൻ മിണ്ടിപ്പോയാ നിന്റെ കഷ്ടകാലം അപ്പ തുടങ്ങും. ആഫീസ് ആഫീസും പൂട്ടും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മേം സാബ്. ഗംഗാര ഒന്ന് അടങ്ങ്. ഒന്ന് അടങ്ങാനല്ലടാ, ഒന്ന് ഉടക്കാനാ വന്നിരിക്കുന്നത്. എന്റെ പൊന്നനന്തരവനെ നിങ്ങൾ തല്ലി ചതിച്ചില്ലടാ. ഗംഗാര, ഇതിപ്പോ ഞാൻ പറഞ്ഞാണെന്ന് അവരറിയും. എന്റെ പണി പോവും. പണി പോട്ടടാ. നീ കടപ്പുറത്തേക്ക് വാ, നിനക്ക് അവിടെ പണി തരാം. കടപ്പുറത്ത് വന്നിട്ട് ഞാൻ എന്തോ ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ടടാ. നിന്റെ ചൂണ്ടക്കുറത്ത് കടലിലേക്ക് എറിഞ്ഞ വലിയ സ്രാവിനെ പിടിക്കാം. എന്റെ അനന്തരവനെ തല്ലിയല്ലേ, ഇതിന് സമാധാനം പറയിപ്പിക്കാതെ ഗംഗാധരനോട് പോവില്ല. ഗംഗാധര, അത് ഒരബദ്ധം പറ്റിയതാ. അബദ്ധം?
ബദിരനും മൂങ്ങനുമായി ഒരു മിണ്ടാപ്രാണിയെ തല്ലിച്ചതക്കുന്നതാണ് അബദ്ധം. കൈയെടുക്കടാ. ഒരു കാര്യം ചെയ്യ്, അവനെ കൊണ്ടുവെക്കൂ. കാശ് പിന്നെ തന്നാ മതി. വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. നിർവികേട് കാണിക്കരുത്. കാശ് തരാതെ അവനെ വിടില്ല എന്ന് പറഞ്ഞാൽ വിടരുത്. നീ വിടറാ. ഇപ്പൊ ഇതിന് സമാധാനം പറയണം. എടോ ഒന്ന് പതുക്കെ പറ. അവനകത്തുണ്ട് സിക്കന്ദർ. സിക്കന്ദർ അല്ല മട്ടന്തർ വന്നാലും ജനിക്കാനും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഗംഗാധരനല്ലേ കടപ്പുറം. കൈ തെരണ്ടി വാൽ കൊണ്ട് ജനിച്ചവനാ. അത് ഇവിടുത്തെ ബടാസാബിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. അറിയാതെയാണെങ്കിലും ഞാൻ ഒരു തെറ്റ് ചെയ്തു, സമ്മതിച്ചു. അതിന് പരിഹാരവും ഞാൻ ചെയ്തു കഴിഞ്ഞു. അവനെ വിളിക്കും. അവന് ഞാൻ ജോലി കൊടുത്തു. 5,000 സാലറി. ഇതാ പോരെ? ഇനി ഇവിടെ നിന്ന് വാ വിളിച്ചാറുണ്ടല്ലോ. ഈ 5,000 എന്ന് പറഞ്ഞ എത്രയാ? 5,000. കൊടുക്കും. ആരും ഇവിടെ വെറുതെ പണിയെടുക്കണ്ടെന്ന് ആ സിക്കന്ദർ പറഞ്ഞിട്ടുള്ളത്. ആ രമണന് കൂടെ ഒരു ശമ്പളം കൊടുക്കാൻ പറയോ? മരണന് പണിയെടുക്കുന്ന അനുസരിച്ച് നല്ല ശമ്പളം കൊടുക്കും. എന്നാ പിന്നെ എനിക്കൂടെ ഒരു പണി തന്നൂടെ? നീ ഇനി ഇവിടെ നിന്ന് എനിക്ക് പണി ഉണ്ടാക്കരുത്. പോടാ. വാടാ 5,000 അനക്കണ്ട. 5,000 അനക്കണ്ട. ഞാൻ പോയിട്ട് 1-ാം തീയതി മടങ്ങി വരാം. ഞാൻ പോയിട്ട് 1-ാം തീയതി മടങ്ങി വരാം. ഇതെന്താ ആടിനുണ്ടായതാ? ഒന്നുമില്ല, ഞാൻ പോട്ടെ. ബാഗെന്ന് പറയാൻ മാത്രം അറിയാല്ലേ? ഞാൻ പോട്ടെ. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നീ ആരും രണ്ടുപേരും അവിടെ ഇവിടെ എത്തി മാറ്റി. ഭയ്യ, അവന് വീട്ടിലെ പണി തന്നെ പോരെ? ആർക്ക്? ആ പൊട്ടന്. വീട്ടിലെ പണിക്ക് ആള് കുറവാ. ഇവിടെ ഈ 2 നാവും നന്നാല് കാതുമുള്ള ആളുകൾ ചെയ്തിട്ട് ശരിയാകാത്ത പണി അവൻ ചെയ്താൽ ശരിയാവോ? നിനക്കറിയില്ല, അവൻ മിടുക്കനാ. ഇവിടെയുള്ള ആരേക്കാളും മിടുക്കൻ. പിന്നെ ഇവിടെയുള്ള കാര്യങ്ങളില് നീ ഇടപെടണ്ട. മുളപ്പിക്കോ. നീ പൊടി. എന്താ ജനൽ പാടിയാ? അതൊക്കെ കഴിഞ്ഞു. അവിടെങ്ങും പോയിരിക്കേ. ഇയാളെന്താ ഇവിടെ? എന്താടാ, കാശ് കിട്ടിയോ? ഇല്ല, ഇതുവരെ കിട്ടിയില്ല. അല്ലെങ്കിലും നീ വിചാരിച്ചാൽ കിട്ടുകയില്ല. ആ ഏരിയയിൽ നിന്ന് ബിസിനസ് ഏൽപ്പിച്ചപ്പോഴേ അത് പൊട്ടി. ആ ഉണ്ണി എന്ന് പറഞ്ഞവൻ നാവിട്ടടിച്ച ആരും വീഴും. ഈ ഞാനും വീണു. പക്ഷെ കാശ് പോയത് എന്തെയാ? അവൻ വെള്ളത്തിൽ ചാടിച്ചെത്തുന്നോ ഇൻഷുറൻസ് തുക കിട്ടുമെന്നോ ഒക്കെ നീ പറഞ്ഞല്ലോ. ഡെഡ് ബോഡി കിട്ടാത്തതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനി കാശ് കൊടുത്തിട്ടില്ലെന്ന അവന്റെ അച്ഛൻ കൈമൾ മാഷ് പറഞ്ഞത്. കള്ളം. അയാൾ ആ കാശ് ഒതുക്കി അവന്റെ കഴുത്തിന് പിടിച്ച കാശ് കിട്ടും. അതിലും വലുതൊക്കെ നാട്ടുകാർ ചെയ്തു കഴിഞ്ഞു. നാട് റോഡിൽ വെച്ച് ഉടുതുണി പറിച്ചു മാറ്റി. വീടിന് നേരെ കല്ലെറിഞ്ഞു. ഇനിയും പൈസ കിട്ടിയില്ലെങ്കിൽ വീടിന് തീ വെക്കുമെന്നാണ് നാട്ടുകാർ പറഞ്ഞിരിക്കുന്നു. ആ നാട്ടുകാരായാൽ അങ്ങനെ വേണം. ആരാത്? ദൈവമേ, ഈ ചെക്കന്റെ ബോഡി കിട്ടുന്നവരെ മനസ്സിന് സ്വസ്ഥതയില്ല. അതെ, ഞാൻ മണിന്ദർ സിംഗിന്റെ മകളാ, കരിഷ്മ. ഇപ്പൊ ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ, ഒരു ഉണ്ണി. എന്താ? എനിക്ക് അവനെ കുറിച്ച് എല്ലാം അറിയണം. അവൻ ജീവിച്ചിരുന്നപ്പോഴേ ഒരു മുങ്ങൽ വിദഗ്ധനായിരുന്നു. മരിച്ചു കഴിഞ്ഞ ആ ഡെഡ് ബോഡിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ കുറെ പേര് രക്ഷപ്പെട്ടേനെ. അതെങ്ങനെയാ?
അവന്റെ ബോഡി അതും മുങ്ങി. അവന്റെ ഫോട്ടോ എന്തെങ്കിലും കിട്ടാൻ മാർഗമുണ്ടോ? എവിടെയെങ്കിലും ഡെഡ് ബോഡി കണ്ടാൽ അപ്പൊ ഒത്തു നോക്കാൻ വേണ്ടി കൂടെ കൊണ്ട് നടക്കുക. ഒരു നാട്ടിലെ മുഴുവൻ ആളുകളെയും ചതിച്ചിട്ട് വന്നവനാ. അവനെ വിശ്വസിച്ചൂടാ. അവൻ നമ്മളോട് പറഞ്ഞതും പച്ച കള്ളമാ. അവൻ ഗംഗാധരന്റെ ആരുമല്ല. അവന്റെ അച്ഛനൊരു സ്കൂൾ മാഷാ. ആ മനുഷ്യനെ പോലും ഇവൻ വെറുതെ വിട്ടിട്ടില്ല. ഇവൻ കാരണം നരകിക്കുക ആ അച്ഛനും